ഹലോ ഗൈസ്, ഞങ്ങളൊരു ക്രിസ്മസ് കരോൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആയുഷും അശ്വജിത്തും പിന്നെ അവരുടെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ടാണ് കരോൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഡ്രംസും കാര്യങ്ങളൊക്കെ കൊട്ടാനുള്ളതൊക്കെ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ മുകളിലാണ് കുഞ്ഞനിരിക്കുന്നത്, ആയുഷ് കുഞ്ഞൻ. ഞങ്ങളെ ടീമിൻ്റെ പേരാണ് കാസ. അതായത് കിച്ചു, ആയുഷ്, ആയുഷുണ്ട്, ആയുഷ് പിന്നെ എസ് ശ്രീദേവ് ആൻഡ് എ അശ്വജിത്ത്. അങ്ങനെ ഇന്ന് വൈകുന്നേരം കരോൾ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആവുകയാണ്. അപ്പോൾ അത് കൊട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അണി അറിയും. അപ്പോൾ ഈ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. ഷെയർ ഉള്ളതെല്ലാം ഗൈസ്, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ കരോൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെ ലക്ഷ്യം എന്ന് വെച്ചാൽ വളരെ കുറച്ച് പൈസ ചിലവാക്കിയിട്ട് നമ്മൾ കരോൾ തുടങ്ങാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടപ്പെട്ടികളൊക്കെ എടുത്ത് അവൾ കരോൾ കൊട്ടാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞാനിവിടെ കുറച്ച് കഷ്ടപ്പെട്ട് ഈ തോളയൊക്കെ കൊത്തിണ്ടാക്കി ചെയ്യാണ്. ഇതാ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ആയുഷ്. ഇതാണ് ക്രിസ്മസ് അപ്പൂപ്പൻ. ഇതാണ് നെക്സ്റ്റ് ആയുഷ്. ഡ്രമ്മിസ്റ്റാണ്. കൊട്ട റെഡി ആയി നിൽക്കുകയാണ്. നമ്മളൊരു പ്രാക്ടീസ് അതാ ക്രിസ്മസ് അപ്പൂപ്പൻ തൊപ്പിയൊക്കെ വെച്ച് അടിപൊളി കൊട്ടപ്പനായിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞനപ്പൂപ്പൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഒരു ലൈക്ക് ഡ്രോപ്പ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് മാസ്റ്റർ പ്ലാനിങ് ആണ്. ഇതൊക്കെ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. ഗായ്സ്, നമുക്കിത് ഫ്ലോപ്പ് ആവോ അതൊരു ഡബ്ല്യു ആവോ നമുക്ക് പറയാൻ പറ്റൂല. ലാസ്റ്റിലെ ആളും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ കരോൾ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊട്ടൂട് ഗൈസ്, അപ്പോൾ നമ്മുടെ കരോൾ ടീം കരോളൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. ഒരു കളക്ഷൻസൊക്കെ നിന്നിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പൈസ കിട്ടിയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് നമുക്ക് അത്ര പൈസ കിട്ടി. ഞങ്ങൾ പ്രതീക്ഷയില്ല എത്ര പൈസ കിട്ടുന്നതാ. ഞങ്ങളെ സാധനങ്ങൾക്ക് അതവിടെ പൊട്ടി പൊളിച്ച് കിടക്കണേ. ഹാപ്പി ക്രിസ്മസ്.